കാമുകിയായി, ഉച്ചയ്ക്ക് ഭാര്യയായി, വൈകിട്ട് പാരയാവും തീർച്ച. നിർത്തൂല, ഞാൻ ഇനിയും പറയും. എന്താ ഇവിടെ ഇറങ്ങിയത്? ആരാ അവര്? ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിയില്ല. സ്പെഷ്യൽ ഡ്യൂട്ടി എലിയെ പിടിക്കാണ്. എലിയല്ലടോ, താനൊരു പുലിയാണെന്ന് എനിക്കറിയാം. താങ്ക് യു. താനൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജ്യേഷ്ഠനാണെന്നുള്ള കാര്യം നേരാ. പക്ഷെ അതിലും വലിയൊരു ഉദ്യോഗസ്ഥനെ എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയമിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ പൊക്കും മോനെ. എന്നിട്ട് നിന്റെ മുഖം മൂടി പിച്ച് ചീന്തി നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് ഞാൻ സ്ലോ മോഷനിൽ പോകുന്ന ടിവിയിലൂടെ ജനങ്ങൾ കണ്ട് കൈയടിക്കും. അങ്ങനെ ചിരിച്ചു തള്ളണ്ട. അറിയാമോ, ഞാൻ ഇതുവരെ അന്വേഷിച്ചതിൽ വെറും 2 കേസുകൾ മാത്രമേ തെളിയാതിരുന്നിട്ടുള്ളൂ. സാർ എത്ര കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്? 2. താങ്ക് യു. സാറേ, ആളറിയാതെയാണ് ഞാൻ സാറിനെ തല്ലിയത്. അത് സാരമല്ല. ഞാൻ ഈ വ്യത്യസ്തമായ രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്. ഒരു മിനിറ്റ്. സോറി, കളിയാക്കിയതല്ല. ഒളിക്കിയതാണോ? നിങ്ങളുടെ പരിചയത്തിൽ ഇവിടെ കാഷ്വാലിറ്റി ഉള്ള ഏതെങ്കിലും ആശുപത്രി ഉണ്ടോ? ഇവിടെ അടുത്തൊരു മൃഗാശുപത്രി ഉണ്ട്. താങ്ക് യു. കഴിഞ്ഞ തവണ എനിക്ക് ഇത് തന്നെ കിട്ടിയത്. പേപ്പട്ടി കടിച്ചപ്പോ പോലും ഇത്രയും വരെ പ്രശ്നമില്ലായിരുന്നു. സൂക്ഷിച്ചു പോണേ, ഒരു കുഴിയുണ്ട്. മനസ്സിലായില്ലയോ? ഓ, മനസ്സിലായി. എല്ലാം പറഞ്ഞല്ലേ? അത് അച്ഛനമ്മയെ നിർബന്ധിച്ചപ്പോ നടന്നതെല്ലാം ഞാൻ പറഞ്ഞു. നന്നായി. ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയാം. ഇവറ്റകള് തന്നെ ഒറ്റിക്കൊടുക്കും. എന്റെ അച്ഛനും അമ്മ ആയതുകൊണ്ട് പറയല്ല, രണ്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനങ്ങളാ. ഇനി ഇവരുടെ പോലീസ് മോൻ തന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കും. കണ്ടില്ലേ, തന്നെ പഞ്ചാര വാക്ക് പറഞ്ഞ് മയക്കി സത്യം പറയിക്കാൻ അച്ഛനെ അമ്മ ഏർപ്പാടാക്കിയിട്ട് മറഞ്ഞെന്ന് കേൾക്കായിരുന്നു. ചാരൻ. പണ്ട് ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തതാ. ആ പെൺകുട്ടി എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് ഈ കുട്ടി ചെയ്തിട്ടില്ല. ഇതിനെ ഉപദ്രവിക്കരുത് സാറേ. ഈ കുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ? സത്യമാണെങ്കിൽ അല്ല, മാണ് മാണ് മാണ്. അതെ, ഈ കുട്ടിയുടെ അച്ഛൻ ഇംഗ്ലണ്ടില. അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി അടിച്ചുപോയി. അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തുന്നവരെ ഒരഭയം കൊടുക്കണമെന്ന് ഈ കൊച്ചു ശിവരാമന്റെ കാല് പിടിച്ച് ഹിന്ദിയിൽ അപേക്ഷിച്ചു. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനെന്താ, മോൾ ഇവിടെ നിന്നോട്ടെ. എത്ര ദിവസം വേണമെങ്കിലും. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇത്രയും പ്രൊട്ടക്ഷൻ കുട്ടിക്ക് വേറൊരിടത്ത് കിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ പോലീസുണ്ട്, റൗഡിയുമുണ്ട്. ഇവൻ ചിരിക്കണോ? ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടാ പോലും ചിരിക്കാത്തവനാ. ചത്തില്ലടാ ഞാൻ. ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ചിരിപ്പിച്ച് പീഡിപ്പിക്കുന്നു. കുഴി. ഞാൻ സുശീൽ ഭായ്. സുശീൽ ഭായ്. ഇത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫാ. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഗുണ്ടകൾ. ഇവര് എന്തു പറഞ്ഞാലും ചെയ്യും. എന്തു പറഞ്ഞാലും ചെയ്യോ? ചുമ്മാ എങ്കിൽ എന്റെ പുറമൊന്ന് ചൊറിഞ്ഞു തരാൻ പറ. നിന്റെ എല്ലാ ചൊറിച്ചിലും ഇവര് മാറ്റി തരൂടാ. നീയൊക്കെ ഏത് പാതാളത്തിൽ ചെന്ന് വിളിച്ചാലും ഇവര് നിന്നെ തേടിയെത്തുകയും ചെയ്യും. ഞങ്ങൾക്കിതുപോലെ കേരളത്തിൽ 10-40 ബ്രാഞ്ചുകളുണ്ട്. എന്നാ പിന്നെ ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങാൻ മേലായിരുന്നോ? അലിബാബയിൽ 41 ബ്രാഞ്ചുകളൊന്ന് പറയാമായിരുന്നു. Catch him!
പോരാ, സ്റ്റാമിന പോരാ. ഈ കൊച്ചുമക്കൾക്ക് ഹോർലിക്സില് ഗ്ലൂക്കോസ് കലക്കി കുറച്ച് ശവനപ്രാശം ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് 40 ബ്രാഞ്ചുകൾ ഉണ്ടാവും. പക്ഷെ ശിവരാമന് ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ക്രൈം ബ്രാഞ്ച്. അതിലൊരു സ്റ്റാഫേ ഉള്ളൂ, ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ശിവരാമൻ. തല്ലുടിക്കില്ലേ? സാബ് വിളിക്കണം. സാബുവാ? സാബു പാരഡൈസ് ബാറിന്റെ ഓണർ സാബു തരേന. സാബ് ബെഡാ സാബ്. ഓ, ഇനി ബെഡാ സാബു ഉണ്ടാ? അപ്പൊ ഇവന്മാരൊക്കെ ചോട്ടകളാ. ഞാൻ ഈ ചോട്ടകളായിട്ടൊന്നും ഇടപെടില്ല. തല്ലു പിടിക്കില്ലെന്ന്. ഞാൻ ബെഡായെ കണ്ടിട്ട് വരാം. ബാ. സാധാരണ എത്ര എണ്ണം വരെ കഴിക്കും? ഏതാണ്ട് ഒരു 7-8 എണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേണ്ട, ആ. എന്റെ കൂടെ കഴിക്കുമ്പോ ഒരു നിബന്ധനയേ ഉള്ളൂ. ഓ, ഞാൻ കുടിക്കുന്നതിൽ ഒരെണ്ണം കൂടുതൽ കഴിക്കണം. ഓക്കെ, I'll try. Cheers. Oh, cheers. No. ഭയങ്കരൻ ഭയങ്കരൻ. ഈ വയറേണ്ട തോന്നൂല്ല, ഇതൊരു ഗോഡൗൺ. സത്യം പറയാലോ, എനിക്കങ്ങ് ഇഷ്ടമായി. നിങ്ങൾ ഈ ബാങ്കൊക്കെ നിർത്തിയിട്ട് ഒരു ബാർ തുടങ്ങി, ഞാനും കൂടാം. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവന്റെ ഉള്ളിൽ എന്താണെന്ന്. എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എക്സ്റേ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 കുപ്പി വാറ്റ്, ഇപ്പൊ 6 പെഗ്, അത്രേ ഉള്ളൂ. ഈ ഉള്ളു ശുദ്ധവാസാബ്. എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഓ, പിന്നെ സാബ് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇതിന്റെ പിന്നില് വേറെ ചില ചുറ്റിക്കളികളുണ്ട്, അത് വഴിയാ മനസ്സിലാവും. സ്റ്റെയർകേസ് അവിടെ പോയി, സ്റ്റെയർകേസ് ഇതാ അവിടെയാ. ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ. സോറി, ഒരാൾ അല്പം നിർബന്ധിച്ചപ്പോ ഞാൻ കുറെ കഴിച്ചുപോയി. എന്തു പറ്റി ലവ് ബേർഡ്സ്? രണ്ടാളും ദുഃഖിച്ച്? നിങ്ങളെ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചോ? അല്ല, പറയില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചോളാം. പാർവതി, പാർവതി. അവള് പോയി. ആ പ്രവീൺ എന്ന് പറയുന്ന പയ്യൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പോയോ? പോയത് നന്നായി, നന്നായി. ചണ്ടി, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. 1 minute. ഗുലേബ കാവലി, இந்த ஜமீன்தார் வந்து പാർവതി, ഏയ് പാർവതി. யாரு? കൃഷ്ണനെ കല്യാണത്തിന് என்ன? നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിനല്ല ഇവിടെ വന്നത്. അതെ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഇതാരാ? ഞാൻ ഇതുപോലെ രക്ഷപ്പെടുത്തിയ വേറൊരു കുട്ടിയാ. ഞാൻ ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്തും, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ആ
നീ എനിക്ക് 3-4 ഉപകാരങ്ങൾ ചെയ്യണം. ഫസ്റ്റിലെ കൊഞ്ചം തണ്ണി അമ്മ പ്ലീസ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഓടിയിട്ടില്ല. 1.25 ഓടിഞ്ഞ ഓട്ടം. കള്ളന്റെ മോനെ, എന്തെങ്കിലും എന്റെ കൈ കിട്ടിയ അവന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിക്കും. തണ്ണി എങ്കുമാ കൊണ്ടുവരേ? ബെഡ്റൂമുക്ക്. ഓ, இந்த சூரிய வழிக்கு சேர்ந்து விடுந்தது மாமி. ஐ சாரா என்ன ஊத்த கண்ணால பாட்டு, சாரா என்ன ஊத்த கண்ணால பாட்டு. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணுக்குட்டி நான், கண்ணீர் தொட்டி தேடி வந்த கண்ணுக்குட்டி நான். എനിക്ക് ദാഹിക്കുന്നു എന്ന് നീ എങ്ങനെ അറിഞ്ഞു മുത്തേ? അതുകൊണ്ടാണല്ലോ ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് വെള്ളം ഇവിടെ പോയി. தெரியாது എന്താ தெரியாது. എന്ത്? தெரியாது. ഓ, തെരിയാതെന്നല്ലേ? പേടിക്കണ്ട, ഓടിക്കോ. എന്താണേ? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട, ഓടിക്കോ. ചാണ്ടി, ആ. നീ എവിടെ? ഞാനിപ്പോ ഇതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. ചാണ്ടി, ദാ ഇവിടെ. ദാ, ഇങ്ങ് വാ.